ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ചീരാലിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അവിടെ കവുങ്ങിന് മരുന്നടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ 5 മണിക്കൊക്കെ എണീച്ചു കേട്ടോ. 7 മണിയാകുമ്പോഴേക്കും ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. പക്ഷേ കഷ്ടകാലം എന്ന് പറയട്ടെ, രാവിലത്തെ നല്ല മഴയായിരുന്നേ. ഏട്ടൻ രാവിലെ തന്നെ കൈക്കോട്ടൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് അവിടെ പോകാൻ പറ്റില്ല, കവുങ്ങിന് മരുന്നടിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. അതിന് പകരം എന്തായാലും മഴ പെയ്തല്ലോ, അപ്പം പറമ്പിൽ വളം ഇടാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് കൊയ്മച്ചിയും പിന്നെ പപ്പിയുണ്ട്, ബിന്ദുക്കുണ്ട്, പിന്നെ അഞ്ചും ഉണ്ട് കേട്ടോ. എന്താ കൊയ്മച്ചീൻ്റെ ഒച്ചയൊക്കെ മാറിക്കുന്നു. അങ്ങനെ അവർ പറമ്പിലേക്കും പോയി. ഞാൻ എൻ്റെ പണിക്ക് അകത്തേക്കും വന്നു കേട്ടോ. ഇനി മക്കളെ ഒരുക്കിയിട്ട് പറഞ്ഞു വിടാനുണ്ടേ. വീഡിയോ എടുത്തിരുന്നാലേ എൻ്റെ മക്കൾ സ്കൂളിൽ പോകലുണ്ടാവില്ല. സമയമില്ല. വേറെ ചക്ക വരച്ചപ്പോൾ പറഞ്ഞ് ചക്കപ്പുട്ട് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ചക്കപ്പുട്ടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ ഒരു ദിവസം ഇടാം. ഒന്നാമത് അതിനൊക്കെ ഒരു ടൈം വേണം, എന്നാൽ ഒരു എന്താ പറയുക, ഒരു സാവധാനം ചെയ്താൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ പെട്ടെന്നുള്ള പരിപാടിയാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അമ്മ അത് കേട്ട് ചക്കപ്പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു. അതുകൊണ്ട് ഇന്ന് എനിക്ക് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് വേറെ. അപ്പം അമ്മ സമ്മതിക്കുന്നില്ല, നീ പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, എന്തായാലും കഴിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അമ്മ അത് എടുത്തു കൊടുത്തു കേട്ടോ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഏട്ടൻ വേർക്ക് പറിക്കുന്നുണ്ട്, വേറെ നിന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണം പറിക്കാൻ കയറിയത്, അപ്പം 2 കിട്ടി. ഇത് സാധാ പേരയ്ക്കല്ല, നമ്മൾ എന്താ പറയുക, അതിൻ്റെ പുറം ഭാഗമൊക്കെ ചുവന്നിട്ട് ഉള്ളിലും ചുവപ്പ് പുറത്തും ചുവപ്പ്, അങ്ങനത്തെ ഒരു പേരക്ക കേട്ടോ. എനിക്ക് പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലേ. അമ്മേൻ്റെ ആങ്ങളേൻ്റെ വീട്ടിൽ പോയപ്പോൾ അവർ ഒരു പേരക്ക കൊടുത്തിരുന്നു. അത് വിത്ത് മുളപ്പിച്ച് ഉണ്ടാക്കിയത് കേട്ടോ. അമ്മയ്ക്ക് ആ കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി കേട്ടോ. അമ്മയ്ക്ക് എല്ലാം നട്ടുണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ഒന്നും നന്നാവില്ല, അതാണ് പ്രശ്നം. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോഴുണ്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാ വർഷവും ഈ സാധനമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. എന്താണാവോ സംഭവം? ഒരു ലിക്വിഡ്, തുണി മുക്കി എടുക്കാനുള്ള ഒരു ലിക്വിഡ്, പിന്നെ കുറച്ച് പാത്രങ്ങൾ, അങ്ങനെ. ഏട്ടൻ വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അപ്പം തന്നെ തിരിച്ചയച്ചു. അത് കഴിഞ്ഞ് പെരും മഴയാണ് കേട്ടോ. അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പം കുളിയൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ കൂട്ടിയിട്ട് വന്നു കേട്ടോ. ആ സമയമാകുമ്പോഴേക്കും മഴ തോർന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ കുറച്ച് ചിക്കൻ ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് കറിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന്
ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഞാൻ കൈകൊണ്ട് തന്നെ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചീനച്ചട്ടി എടുത്തു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുത്തു. അതിലേക്ക് 4 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. വലുതാണെങ്കിൽ 3 മതിയാവും കേട്ടോ. എന്നിട്ട് സവാളയുടെ നിറം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ ചെറുതായിട്ട് കളർ ഒന്ന് മാറി തുടങ്ങി. അപ്പോഴേക്കും ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി അരച്ചത് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുത്തു. ഇനി ഇതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ആ പൊടികളുടെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. കൂടെ തന്നെ ഒരു തക്കാളി കൂടി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ. പക്ഷേ ഞാൻ കറിവേപ്പില പറിക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് ഇനി ലാസ്റ്റേ ചേർക്കാൻ പറ്റുള്ളൂ. കാരണം ഇനിയിപ്പോൾ ഇതും വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർത്തത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണേ. ഇതിപ്പോൾ 1.25 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 5-6 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു അരമണിക്കൂർ കൂടി ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്, കാരണം ഇവിടെ എല്ലാവർക്കും കുറച്ച് ചാറ് വേണ്ട ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്തത്. അപ്പോൾ എൻ്റെ കറിവേപ്പില കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം ചാറാക്കിയതിൻ്റെ കാരണം പിന്നെ ഒന്നാമത് ഇന്ന് കപ്പയാണ് കേട്ടോ ചിക്കൻ്റെ കൂടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കപ്പേൻ്റെ കൂടെ എല്ലാവർക്കും നല്ല ചാറ് വേണം, അതുകൊണ്ടാണ് ഇന്ന് കുറച്ചധികം ചാറാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കട്ടെ, അടുത്ത പണി തുടങ്ങാനായി. അപ്പോൾ ചിക്കൻ ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് കപ്പേൻ്റെ തോലൊക്കെ കളഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. ഇനിയിപ്പോൾ കപ്പ നുറുക്കിയിട്ട് ഉപ്പും മഞ്ഞളും പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കപ്പയും ചിക്കനും ഒക്കെ ആയി. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും കഴിച്ചു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.